നമസ്കാരം. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റഷ്യൻ പ്രസിഡന്റിൻ്റെ ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് പുരസ്കാരം പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവായ്ക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനു വേണ്ടി റഷ്യൻ അംബാസഡർ ആലിപ്പോവ് സമ്മാനിച്ചു. ആധ്യാത്മിക സാമൂഹിക രംഗത്തെ സംഭാവനകളും ഇന്ത്യ റഷ്യ ബന്ധം മെച്ചപ്പെടുത്തുവാൻ നടത്തുന്ന ഇടപെടലുകളും പരിഗണിച്ചാണ് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവായ്ക്ക് ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ബഹുമതി ന്യൂഡൽഹിയിലെ റഷ്യൻ എംബസിയിൽ നടന്ന ചടങ്ങിൽ സമ്മാനിച്ചത്. ചടങ്ങിൽ രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. 2021 ഒക്ടോബർ 15 പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മലങ്കര സഭയുടെ പരമാധ്യക്ഷനായി ചുമതലയേറ്റത്. തന്റെ മുൻഗാമിയുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ സഹോദരൻ പദ്ധതിയിലൂടെ ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഇതിനോടകം ബാവ സഹായം എത്തിച്ചു. സഭയുടെ പരമാധ്യക്ഷനായി ചുമതലയേൽക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ചുമതല വഹിച്ച കണ്ടനാട് ഭദ്രാസനത്തിൽ 14 സാധുജന ക്ഷേമ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ വിവിധ തലത്തിൽ അവശത അനുഭവിക്കുന്നവർക്കായി ഏർപ്പെടുത്തി. റഷ്യൻ ഓർത്തഡോക്സ് സഭയുമായുള്ള ബന്ധം ഈ കാലയളവിൽ കൂടുതൽ ദൃഢമാക്കി. സമൂഹത്തിൽ നടത്തിയ ഇടപെടലുകളും റഷ്യയുമായുള്ള ആധ്യാത്മിക, സാംസ്കാരിക വിനിമയവും പുരസ്കാരത്തിൽ നിർണായകമായി. റഷ്യൻ സഭയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഫെയ്ത്ത് ആൻഡ് ഗ്ലോറി 2024 നവംബർ 2 പരിശുദ്ധ കാതോലിക്ക ബാവായ്ക്ക് സമ്മാനിച്ചിരുന്നു. സ്വദേശത്തെയും വിദേശ രാജ്യങ്ങളിലെയും പ്രതിഭകളെ ആദരിക്കുന്നതിനായി 1994 റഷ്യ ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ബഹുമതി ഏർപ്പെടുത്തിയത്. ശരീരത്തിൽ നെഞ്ചോട് ചേർത്ത് ഇടതുവശത്തായാണ് ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ബഹുമതി ധരിക്കേണ്ടത്. ഒലിവിലകളാൽ ചുറ്റപ്പെട്ട ഭൂഗോളവും അതിനെ ആവരണം ചെയ്യുന്ന പെന്റഗണൽ നക്ഷത്രവും ചേർന്നതാണ് രൂപകൽപ്പന. സമാധാനവും സൗഹൃദവും എന്ന് റഷ്യൻ ഭാഷയിൽ ആലേഖനം ചെയ്തിട്ടുമുണ്ട്. പരിശുദ്ധ ബസേലിയോസ് ഔഗേൻ പ്രഥമൻ കാതോലിക്ക ബാവായുടെ 49ാമത് ഓർമ്മപ്പെരുന്നാൾ ഡിസംബർ 7-8 ദിവസങ്ങളിലായി ദേവലോകം കാതോലിക്കേറ്റ് അരമനയിൽ ഭക്തി പുരസ്സരം ആചരിച്ചു. 7-ാം തീയതി വൈകുന്നേരം സന്ധ്യാ നമസ്കാരവും തുടർന്ന് ഫാദർ ഡോക്ടർ എം.ഒ. ജോൺ അനുസ്മരണ പ്രഭാഷണവും നടത്തി. 8-ാം തീയതി രാവിലെ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവായുടെ പ്രധാന കാർമ്മികത്വത്തിലും അഭിവന്യ ഡോക്ടർ യൂഹാനൻ മാർ പോളികാർപ്പോസ്, അഭിവന്യ സക്കറിയ മാർ സേവേറിയോസ് എന്നീ മെത്രാപ്പൊലിത്തന്മാരുടെ സഹകാർമ്മികത്വത്തിലും വിശുദ്ധ മൂന്നിന്മേൽ കുർബാന നടത്തപ്പെട്ടു. തുടർന്ന് കബറിങ്കൽ ധൂപപ്രാർത്ഥനയും പ്രദക്ഷിണവും ആശീർവാദവും നേർച്ച വിളമ്പും ഉണ്ടായിരുന്നു. പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവായുടെ സമാധാന ആഹ്വാനത്തെ പൂർണ്ണമായി പിന്തുണച്ച് പൊതുസമൂഹവും മലങ്കര സഭയുടെ പിതാക്കന്മാരും അൽമായ സമൂഹവും മലങ്കര സഭയിൽ സമാധാനവും സാഹോദര്യവും നിലനിർത്തുവാൻ ഐക്യത്തോടെ പ്രവർത്തിക്കണമെന്ന പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയുടെ ആഹ്വാനത്തെ സ്വാഗതം ചെയ്യുകയും അഭിനന്ദിക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീ ശ്രീധരൻ പിള്ള. പരിശുദ്ധ കാതോലിക്ക ബാവയുടെ സമാധാന ആഹ്വാനത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ട് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ മലങ്കര സഭയിലെ സമാധാനത്തിന് മുൻകൈയെടുക്കണമെന്നും പഴയതു മറന്ന് വാശിയും വൈരാഗ്യവും വിട്ട് മലങ്കര സഭാ സമാധാനത്തിന് എല്ലാവരും ഒന്നിക്കണമെന്നും മലങ്കര സഭയുടെ ശാശ്വത സമാധാനത്തിന് ശ്രമിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും മാറിയ സാഹചര്യത്തിൽ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ ഈ കാര്യത്തിൽ ദൈവാത്മപ്രേരിതമായ ഒരു തീരുമാനം എടുക്കണമെന്നും ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് മെത്രാപ്പൊലീത്ത, അഭിവന്യ യൂഹാനൻ മാർ പോളികാർപ്പോസ് മെത്രാപ്പൊലീത്ത, അഭിവന്യ സക്കറിയ മാർ സേവേറിയോസ് മെത്രാപ്പൊലീത്ത, അഭിവന്യ ഗീവർഗീസ് മാർ പക്വോമിയോസ് മെത്രാപ്പൊലീത്ത, അഭിവന്യ എബ്രഹാം മാർ സ്തെഫാനോസ് മെത്രാപ്പൊലീത്ത, ഡോക്ടർ ഗീവർഗീസ് മാർ ബർണവാസ് മെത്രാപ്പൊലീത്ത എന്നീ പിതാക്കന്മാരും വന്യ തോമസ് പോൾ റമ്പാച്ചനും സഭയുടെ വിവിധ ഭദ്രാസന പ്രതിനിധികളും അഭിപ്രായപ്പെട്ടു. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ പുതുതായി സ്ഥാപിതമായ ബ്രിസ്ബെയിൻ ഭദ്രാസന കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഡിസംബർ 6-ാം തീയതി വെള്ളിയാഴ്ച ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയെ പ്രതിനിധീകരിച്ച് ബ്രിസ്ബെയിനിലെ സെന്റ് ജോർജ് ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളി വികാരി ബഹുമാനപ്പെട്ട ലിജു സാമുവൽ അച്ഛൻ പങ്കെടുത്തു. മേഖലയിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ സുപ്രധാനമായ നാഴികക്കല്ലായി മാറിയ ചടങ്ങിൽ ഓസ്ട്രേലിയയിലെ അഭിവന്യ ആർച്ച് ബിഷപ്പ് മാർ മക്കാറിയോസും ബ്രിസ്ബെയിനിലെ ബിഷപ്പ് മാർ ബർത്തലോമിയും ഉൾപ്പെടെയുള്ള പ്രധാന സഭാ നേതാക്കൾ പങ്കെടുത്തു. ആഘോഷങ്ങളിൽ പങ്കുചേരുകയും പുതിയ ഭദ്രാസന കേന്ദ്രം തുറന്ന ഗ്രീക്ക് ഓർത്തഡോക്സ് വിശ്വാസികൾക്ക് ഹൃദയംഗമായ ആശംസകൾ അർപ്പിക്കുകയും ചെയ്ത ഫാദർ ലിജു സാമുവേലിനെ
ആർച്ച് ബിഷപ്പുമാർ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. ഈ ചരിത്ര സംഭവത്തിന്റെ ഭാഗമാകുവാൻ കഴിഞ്ഞത് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയ്ക്ക് അഭിമാനത്തിന്റെ നിമിഷമാണെന്ന് ബഹുമാനപ്പെട്ട ലിജു സാമുവേലച്ചൻ അഭിപ്രായപ്പെട്ടു. ചിറങ്ങര റെയിൽവേ മേൽപ്പാലം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും സൗജന്യമായി ചെയ്തു കൊടുത്ത കൊച്ചി ഭദ്രാസന അരമനയെ ആദരിക്കുന്നതിനായി അഭിവന്യ യാക്കോബ് മാർ ഐറേനിയോസ് തിരുമേനിക്ക് വേണ്ടി ഭദ്രാസന സെക്രട്ടറി ഫാദർ CM രാജുവിനെ ബഹുമാനപ്പെട്ട മന്ത്രി PA മുഹമ്മദ് റിയാസ് പൊന്നാടയണിയിച്ച് ആദരിച്ചു. ബഹുമാനപ്പെട്ട മന്ത്രിയും MP ശ്രീ ബെന്നി ബെഹനാൻ, MLA ശ്രീ സനീഷ് കുമാർ ജോസഫ്, ജില്ലാ കളക്ടർ ശ്രീ S സുഹാസ് എന്നിവരും മറ്റ് ജനപ്രതിനിധികളും കൊച്ചി ഭദ്രാസനത്തിന്റെ പ്രവർത്തനത്തെ അഭിനന്ദിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കുന്നംകുളം ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് അബുദാബിയിലെ പ്രഥമ ഹിന്ദു മഹാക്ഷേത്രമായ ബാബ്സ് ഹിന്ദു മന്ദിർ സന്ദർശിച്ചു. തേജസ് തമ്പി, ഷാജു സൈമൺ, ഷൈജു TS എന്നിവർ തിരുമേനിയെ അനുഗമിച്ചു. അക്ഷരതീർത്ഥ സ്വാമിജിയും ബാബ്സ് അധികൃതരും അഭിവന്യ പിതാവിനെയും സംഘത്തെയും ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചു. വാകത്താനം വള്ളിക്കാട്ട് ദേറായിൽ കബറടങ്ങിയിരിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ രണ്ടാം കാതോലിക്ക ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ ബെസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ കാതോലിക്ക ബാവായുടെ 96-ാം ഓർമ്മ പെരുന്നാൾ ഡിസംബർ 1 മുതൽ 17 വരെ പരിശുദ്ധ സഭ ഭക്തിപുരസരം ആചരിക്കുന്നു. ഓർമ്മ പെരുന്നാളിന് വള്ളിക്കാട്ട് ദേറായിൽ നിലയ്ക്കൽ ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിവന്യ ജോഷുവ മാർ നിക്കോദിമോസ് തിരുമേനി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിവന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചുവരുന്നു. പ്രാർത്ഥനായോഗത്തിന്റെ പ്രാർത്ഥനാവാരം സമാപിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അഖില മലങ്കര പ്രാർത്ഥനയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 1 മുതൽ 8 വരെ തീയതികളിൽ ആചരിച്ച പ്രാർത്ഥനാവാരത്തിന്റെ സമാപന സമ്മേളനം പരുമല സെമിനാരി അഴിപ്പുരയിൽ വെച്ച് നടത്തപ്പെട്ടു. സമ്മേളനം പ്രാർത്ഥനായോഗം പ്രസിഡന്റ് അഭിവന്യ മാത്യൂസ് മാർ തെവദോസ്യോസ് തിരുമേനി ഉദ്ഘാടനം ചെയ്തു. വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ മുഖ്യ സന്ദേശം നൽകി. പ്രാർത്ഥനായോഗം കേന്ദ്ര വൈസ് പ്രസിഡന്റ് ഫാദർ ബിജു മാത്യു പ്രക്കാനം, കേന്ദ്ര ജനറൽ സെക്രട്ടറി ഫാദർ മത്തായി കുന്നിൽ, ജോയിന്റ് സെക്രട്ടറി ഐസക് തോമസ്, സോണൽ സെക്രട്ടറി രഞ്ജി ജോർജ് എന്നിവർ പ്രസംഗിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തുമ്പമൺ ഭദ്രാസനത്തെ നയിച്ച ഭാഗ്യസ്മരണാർഹരായ അഭിവന്യ പുത്തൻകാവിൽ ഗീവർഗീസ് മാർ ഫീലക്സിനോസ്, അഭിവന്യ ദാനിയേൽ മാർ ഫീലക്സിനോസ്, അഭിവന്യ ഫിലിപ്പോസ് മാർ യൗസേബിയോസ് എന്നീ പിതാക്കന്മാരുടെ സംയുക്ത ഓർമ്മ ഡിസംബർ 12-13 തീയതികളിൽ പത്തനംതിട്ട ബേസിൽ അരമനയിൽ ഭക്തിയോടെ ആചരിച്ചു. സംയുക്ത ഓർമ്മ പെരുന്നാളിന് പത്തനംതിട്ട ബേസിൽ അരമനയിൽ അഭിവന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് വലിയ മെത്രാപ്പൊലീത്ത കൊടിയേറ്റി. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിവന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് വലിയ മെത്രാപ്പൊലീത്ത, അഭിവന്യ എബ്രഹാം മാർ സെറാഫിം മെത്രാപ്പൊലീത്ത തുടങ്ങിയവരും സഹകാർമ്മികത്വവും വഹിച്ചു. ഭാഗ്യസ്മരണാർഹനായ മാത്യൂസ് മാർ ബർണബാസ് മെത്രാപ്പൊലീത്തയുടെ 12-ാം ഓർമ്മ പെരുന്നാൾ പരിശുദ്ധ സഭ ഭക്തിപുരസ്സരം ആചരിച്ചു. ജീവിത വിശുദ്ധി കൊണ്ട് ദൈവത്തിന് പ്രസാദകരവും കർമ്മനിഷ്ഠ കൊണ്ട് മനുഷ്യർക്ക് മാതൃകാപരവുമായ ജീവിതം നയിച്ച് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ട അഭിവന്യ മാത്യൂസ് മാർ ബർണബാസ് മെത്രാപ്പൊലീത്ത തിരുമനസിന്റെ 12-ാം ശ്രാദ്ധ പെരുന്നാൾ ഡിസംബർ 8-9 തീയതികളിൽ ആ പുണ്യാത്മാവ് കബറടങ്ങിയിരിക്കുന്ന വളയൻചിറങ്ങര സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് നടത്തപ്പെട്ടു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിവന്യ യൂഹന്നാൻ മാർ പോളികാർപ്പോസ് മെത്രാപ്പൊലീത്ത, അഭിവന്യ തോമസ് മാർ അത്താനാസ്യൂസ് മെത്രാപ്പൊലീത്ത എന്നീ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു. മാർ ഒസ്താത്തിയോസ് ധീരമായി പ്രതികരിച്ച മാതൃക ശ്രീ PS ശ്രീധരൻപിള്ള. മാർ ഒസ്താത്തിയോസ് ആശയങ്ങളോടും സാമൂഹിക സംഭവങ്ങളോടും സത്യസന്ധമായി പ്രതികരിച്ച ശ്രേഷ്ഠ മാതൃകയും കാലദേശങ്ങളെ അതിജീവിക്കുന്ന ആത്മീയ പ്രേരണയും ആണെന്നും ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ള പ്രസ്താവിച്ചു. സമസ്ത സമൂഹങ്ങളിലും ആത്മീയ പ്രേരണ നൽകിയ അദ്ദേഹം ജനഹൃദയങ്ങളിൽ ഇന്നും നിറശോഭയോടെ ജീവിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം നിരണം ഭദ്രാസനം സംഘടിപ്പിച്ച മാർ ഒസ്താത്തിയോസ് സ്മാരക പ്രഭാഷണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. സഭകൾ തമ്മിൽ ഐക്യത്തിന് പരിശുദ്ധ കാതോലിക്ക ബാവ നൽകിയ ആഹ്വാനത്തെ അദ്ദേഹം അനുമോദിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്തു. മലങ്കര ഓർത്തഡോക്സ് സഭ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു.
പ്രശസ്ത എഴുത്തുകാരിയും സ്വതന്ത്ര പത്രപ്രവർത്തകയുമായ KR മീര മുഖ്യപ്രഭാഷണം നടത്തി. യാക്കോബായ വിഭാഗം അനധികൃതമായി കൈവശം വെച്ചിരുന്ന ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയുടെ കുരിശടികൾ, പാരിഷ് ഹാൾ, പാഴ്സനേജ് എന്നിവ ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടർക്ക് വേണ്ടി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ കേരള പോലീസ് ഏറ്റെടുത്തു. ഇന്റർ സെമിനാരി വോളിബോൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി കോട്ടയം വൈദിക സെമിനാരി. 12 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് വീണ്ടും ട്രോഫി സെമിനാരിയിൽ ലഭിക്കുന്നത്. 37ാമത് റവറന്റ് ഡോക്ടർ VP തോമസ് മെമ്മോറിയൽ ഇന്റർ സെമിനാരി വോളിബോൾ ടൂർണമെന്റ് കോട്ടയം മാർത്തോമ തിയോളജിക്കൽ സെമിനാരിയാണ് സംഘടിപ്പിച്ചത്. ആബൂന ബെസേലിയോസ് എറിത്രിയൻ ഓർത്തഡോക്സ് സഭയുടെ പുതിയ പാത്രിയർക്കീസ്. എറിത്രിയൻ ഓർത്തഡോക്സ് സഭയുടെ 6ാമത് പാത്രിയർക്കീസായി ആർച്ച് ബിഷപ്പ് ആബൂന ബെസേലിയോസ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഡിസംബർ 9-ാം തീയതി സഭാ ആസ്ഥാനത്ത് നടന്ന തിരഞ്ഞെടുപ്പിൽ സിനഡിന്റെ അംഗങ്ങൾ, ആശ്രമങ്ങളുടെ പ്രതിനിധികൾ, വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു. തിരഞ്ഞെടുപ്പിനു വേണ്ടി രൂപീകരിച്ച കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്ത 3 മെത്രാപ്പൊലിത്തന്മാരാണ് ഇലക്ഷനിൽ മത്സരിച്ചത്. പ്രസ്തുത ഇലക്ഷനിൽ ഏറ്റവും അധികം വോട്ടുകൾ നേടിയ ആബൂന ബെസേലിയോസ് തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധികൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് മേൽനോട്ടം വഹിച്ചു. പുതിയ പാത്രിയർക്കീസിന്റെ സ്ഥാനാഭിഷേകം 2025 ജനുവരി 26-ാം തീയതി ഞായറാഴ്ച അസ്മാരയിലെ വിശുദ്ധ കന്യകമറിയാം ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടും. എറിത്രിയൻ ഓർത്തഡോക്സ് സഭയ്ക്ക് എറിത്രിയയിലും വിദേശത്തുമായി ധാരാളം വിശ്വാസികളുണ്ട്. പുതിയ പാത്രിയർക്കീസിന്റെ തിരഞ്ഞെടുപ്പ് ഈ സഭയ്ക്കും വിശ്വാസികൾക്കും ഒരു പുത്തൻ അധ്യായത്തിന്റെ തുടക്കമാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭയും തമ്മിലുള്ള ദൈവശാസ്ത്ര സംവാദം മാങ്ങാനം സ്പിരിച്വാലിറ്റി സെന്ററിൽ ഡിസംബർ 10-ാം തീയതി ചൊവ്വാഴ്ച ആരംഭിച്ചു. ഓർത്തഡോക്സ് സഭയെ പ്രതിനിധീകരിച്ച് അഭിമന്യ ഡോക്ടർ യൂഹാനോൻ മാർ ദിമിത്രിയോസ് മെത്രാപ്പോലീത്ത, അഭിമന്യ ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയൂസ് മെത്രാപ്പോലീത്ത, അഭിമന്യ ഡോക്ടർ യൂഹാനോൻ മാർ ദിയോസ്കോറോസ് മെത്രാപ്പോലീത്ത, അഭിമന്യ ഡോക്ടർ ഗീവറീസ് മാർ ബർണബാസ് മെത്രാപ്പോലീത്ത, ഫാദർ ഡോക്ടർ ജോസ് ജോൺ, ഫാദർ ഡോക്ടർ മാത്യു വർഗീസ്, ഫാദർ ഡോക്ടർ KM കോശി വൈദ്യൻ എന്നിവരും കത്തോലിക്ക സഭയെ പ്രതിനിധീകരിച്ച് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫ്ലാവിയോ പേസ്, ബിഷപ്പ് ഡോക്ടർ ജോസഫ് കല്ലറങ്ങാട്ട്, ബിഷപ്പ് ഡോക്ടർ സിൽവിസ്റ്റർ പൊന്നുമുത്തൻ, ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ കൂറിലോസ്, ഫാദർ ഡോക്ടർ ഫിലിപ്പ് നെൽപ്പുരപ്പറമ്പിൽ, ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ കടേപ്പറമ്പിൽ, ഫാദർ ഡോക്ടർ ഹെസിന്ത് ടെസിറ്റിവിൽ എന്നിവരും പങ്കെടുത്തു. റഷ്യൻ ഗവൺമെന്റിന്റെ ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ബഹുമതി സ്വീകരിക്കുവാൻ ഡൽഹിയിലെത്തിയ പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തയുമായ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവായിക്ക് രാജ്യതലസ്ഥാനത്ത് റഷ്യൻ അംബാസഡറും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, വയനാട് MP ശ്രീമതി പ്രിയങ്ക ഗാന്ധി, കേരളത്തിൽ നിന്നുമുള്ള മറ്റ് MPമാർ, മാധ്യമ പ്രതിനിധികൾ അടക്കം പങ്കെടുത്ത ഉജ്ജ്വല പൗരസ്വീകരണം നൽകി. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ഏവർക്കുമായി അത്താഴ വിരുന്നും സംഘടിപ്പിച്ചിരുന്നു. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി മലങ്കര സഭയിൽ ഓർത്തഡോക്സ് യാക്കോബായ സഭാസമാധാനത്തിന് ആഹ്വാനം ചെയ്തത് തന്നെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ അഭിമാനിതനാക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ റഷ്യൻ സർക്കാർ നൽകുന്ന ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് പുരസ്കാരത്തിന് ഇപ്പോൾ അദ്ദേഹം തികച്ചും അർഹനാണെന്ന കാര്യം നമുക്ക് ബോധ്യമാകുന്നു. ഐക്യവും സമാധാനവും സ്നേഹവും പ്രസംഗിക്കുന്നിടത്താണ് ക്രിസ്തീയത അർത്ഥപൂർണമാകുന്നത് എന്നും ഡൽഹി ഭദ്രാസനം പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിക്ക് നൽകിയ സ്വീകരണത്തിൽ പ്രധാന അതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വത്തിക്കാൻ പ്രതിനിധികൾ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയെ സന്ദർശിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയും കത്തോലിക്ക സഭയും തമ്മിലുള്ള വേദശാസ്ത്ര സംവാദത്തിനായെത്തിയ പെപ്പൽ പ്രതിനിധികളായ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫ്ലാവിയോ പേസ്, ഫാദർ ഡോക്ടർ ഹൈസിന്ത് ടെസിറ്റിവിൽ എന്നിവർ ദേവലോകം അരമനയിൽ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു സഭകളും തമ്മിലുള്ള വേദശാസ്ത്ര ചർച്ചകളുടെ പുരോഗതി വിലയിരുത്തി പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോഡ് സെക്രട്ടറി ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത, ഫാദർ ഡോക്ടർ ഫിലിപ്പ് നെൽപ്പുരപ്പറമ്പിൽ, ഫാദർ ഡോക്ടർ KM കോശി വൈദ്യൻ എന്നിവരും സന്നിഹിതരായിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭ മാവേലിക്കര ഭദ്രാസനം വയോജന സംരക്ഷണം ലക്ഷ്യമാക്കി തഴക്കര തെയോഭവൻ അരമനയ്ക്ക് സമീപം ഒരുക്കിയ മാർ പക്കോമിയോസ് കാരുണ്യ ഭവൻ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ബിനിലിന്റെയും ജെയിന്റെയും മോചനത്തിനായി ഇടപെട്ട് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനും
പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തയുമായ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി തൃശൂർ സ്വദേശികൾ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട സംഭവത്തിൽ ഇടപെട്ടു. ബിനിലിൻ്റെയും ജെയിൻ്റെയും മോചന വിഷയം റഷ്യൻ അംബാസഡറിനെ നേരിട്ട് ബോധിപ്പിച്ചു. ഇരുവരുടെയും കുടുംബാംഗങ്ങളുമായി പരിശുദ്ധ ബെസേലിയോസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ സംസാരിച്ചു. റഷ്യൻ സർക്കാരിൻ്റെ ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ബഹുമതി സ്വീകരിക്കുന്ന ചടങ്ങിൽ പരിശുദ്ധ ബാവ തിരുമേനി അംബാസഡറെ കണ്ട് വിഷയം സംസാരിച്ചു. മാധ്യമ വാർത്തകളെ തുടർന്നാണ് പരിശുദ്ധ കാതോലിക്ക ബാവയുടെ ഇടപെടൽ. ഈ വർഷത്തെ 5 എമ്മി അവാർഡുകൾ കരസ്ഥമാക്കിയ ABC ന്യൂസ് റിപ്പോർട്ടറായ ശ്രീ ജോബിൻ പണിക്കർക്കും ഓപ്പൺ സോഴ്സ് സമൂഹത്തിന് നൽകിയ വിലപ്പെട്ട സംഭാവനകൾക്ക് ഗിറ്റ്ഹബ് സ്റ്റാർ അവാർഡ് നേടിയ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പന്തളം കരിങ്ങാട്ടിൽ ബോധിഷ് തോമസിനും സൺറൈസ് സർവകലാശാലയിൽ നിന്നും മാനേജ്മെൻറ്റിൽ യൂത്ത് എംപവർമെൻറ്റ് എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ച ശ്രീ ജ്യോതിഷ് ജേക്കബിനും MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ച ശ്രീമതി മഞ്ജു ജോണിനും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.